ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു വിസ്മയമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഇലക്ഷൻ എന്ന് പറയുന്നതിലും ശരിയായത് സെലക്ഷൻ എന്ന് പറയുന്നതായിരിക്കും. കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലവും മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലവും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലെ ഫലം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഇവിടെ. ആദ്യം തന്നെ പറയട്ടെ, ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മിനിമം 60% ആളുകളെങ്കിലും അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഇലക്ഷൻ കമ്മീഷനും EVM-ഉം പോലീസും കോടതി ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും ഏകാധിപതി മോദി ഗവൺമെന്റ് കൈയടക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ആദ്യ വോട്ടിംഗ് പെർസെന്റേജിൽ നിന്നും 40 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 3% വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണുമ്പോൾ ഇനിയും എത്ര ശതമാനം കൂടി വർദ്ധിക്കുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ മഹാരാഷ്ട്രയിലെ പോളിംഗ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്നും 7% കൂടിയിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ കണക്കിൽ. സാധാരണ നിലയിൽ കാലം മുന്നോട്ട് പോകുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞു വരികയാണ് ഉണ്ടാവുക. കേരളത്തിലെ 3 മണ്ഡലങ്ങളുടെ ഫലം JP ടോക്സ് പ്രവചിച്ചത് ഇങ്ങനെയാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 3.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പാലക്കാട് UDF-ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ 9,000-നും 14,000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. CPM-ന്റെ ശക്തികേന്ദ്രമായ ചേലക്കരയിൽ കനത്ത മത്സരമാണ് നടക്കുന്നത്. ഇവിടെ 44,000-ലധികം ഭൂരിപക്ഷത്തിന് വരെ CPM ജയിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ട്. എന്നിരുന്നാലും UDF-ന്റെ രമ്യ ഹരിദാസ് 3,000-നും 6,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് പ്രവചനം. ഇത് CPM-ന്റെ വലിയ ശക്തികേന്ദ്രമായതിനാൽ അവസാന ഫലം വരുമ്പോൾ ഒരുപക്ഷെ ചെറിയ മാർജിന് ഇടതുപക്ഷം വിജയിക്കാനുള്ള ഒരു ചെറിയ സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇനി മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും കാര്യങ്ങൾ പരിശോധിക്കാം. പുറത്തുവന്ന 8ഓളം എക്സിറ്റ് പോളുകളിൽ 6 NDAയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നും 2 ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ പോളുകളും എല്ലാം വളരെ ദയനീയമായി തെറ്റിപ്പോവുകയാണ് ഉണ്ടായത്. അതിനാൽ പ്രധാന ദേശീയ മാധ്യമങ്ങളൊന്നും എക്സിറ്റ് പോളുകൾ പുറത്തുവിടാൻ തയ്യാറായില്ല. പിന്നെ മറ്റൊരു രസകരമായ കാര്യം, പല എക്സിറ്റ് പോളുകളിലും വലിയ റേഞ്ചാണ് സീറ്റുകളുടെ എണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു എക്സിറ്റ് പോൾ NDAയ്ക്ക് 122-നും 186-നും ഇടയ്ക്ക് സീറ്റുകൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതായത് വെറും 288 സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്തിലെ എക്സിറ്റ് പോൾ 64 സീറ്റുകളുടെ റേഞ്ച് പറയുക എന്ന് പറഞ്ഞാൽ തമാശ എന്നല്ലാതെ എന്ത് പറയാൻ. അതുപോലെ പല എക്സിറ്റ് പോളുകളുടെയും നമ്പർ എല്ലാം കൂട്ടി നോക്കുമ്പോൾ മൊത്തം സീറ്റുകളുടെ എണ്ണമായ 288 എത്തുന്നില്ല എന്നുള്ള തമാശയും കാണാൻ സാധിക്കും. ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ 2014 മുതലുള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു തരത്തിലും ഇവിടെ ഭൂരിപക്ഷം ലഭിക്കുകയില്ല. കാരണം ജനമനസ്സ് ഇന്ത്യ മുന്നണിയോടൊപ്പം ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷനും EVM-ഉം പോലീസും മറ്റെല്ലാ ഏജൻസികളും മൊദാനിയുടേതാണ്. അതുപോലെ മൊദാനി ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇറക്കിയിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. കാരണം BJPക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ മൊദാനി ജയിലിലാവും. ഇപ്പോഴത്തെ ഇന്ത്യയിലെ അവസ്ഥ അനുസരിച്ച് മിനിമം 60% ജനങ്ങളെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവർ അധികാരത്തിലെത്തുകയുള്ളൂ. അതിൽ കുറഞ്ഞ ഏതു വിടവും ഇലക്ഷൻ കമ്മീഷനും EVM-ഉം നികത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതിനാൽ വലിയ പ്രതീക്ഷയൊന്നും കൽപ്പിക്കേണ്ട. ഇതേ അവസ്ഥ തന്നെയാണ് ജാർഖണ്ഡിലും. ഇവിടെ പുറത്തു വന്ന 6 എക്സിറ്റ് പോളുകളിൽ 4 NDAയ്ക്കും 2 ഇന്ത്യ മുന്നണിക്കും ഭൂരിപക്ഷം പറയുന്നു. എന്നാൽ കടുത്ത മത്സരം നടക്കുന്ന ഇവിടെ ഇന്ത്യ മുന്നണി വിജയിക്കണമെങ്കിൽ വലിയ അത്ഭുതം തന്നെ നടക്കണം. ഇന്ത്യ മുന്നണി ഈസിയായി വിജയിക്കേണ്ട ഹരിയാനയിലെ ഫലം നമ്മൾ കണ്ടതാണ്. അവിടെ ഏതാണ്ട് 8% വോട്ടിന്റെ മുൻതൂക്കം എങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു എന്നായിരുന്നു എല്ലാ സൂചനകളും. എന്നാൽ ഫലം വന്നപ്പോൾ 1%-ൽ താഴെ വോട്ടിന് BJP മുൻപിലെത്തുകയും അതുവഴി 48 സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പോയാൽ ഇന്ത്യയുടെ ഭാവി എന്താകുമെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? രാജ്യം ഓരോ ദിവസവും പിന്നോക്കം പോവുകയാണ്. സാമ്പത്തിക വളർച്ച വളരെ പരിതാപകരമാണ്. യുവാക്കൾക്ക് തൊഴിലില്ല, ജീവിത സൗകര്യങ്ങളില്ല. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് എത്തിയിരിക്കുകയാണ് നോൺ ബയോളജിക്കൽ ഇന്ത്യ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പതിയെ ജനങ്ങൾ മടുത്തു തുടങ്ങും. വളരെയേറെ ആളുകൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ അഴിമതി ദുർഭരണത്തിനെ തുടച്ചു മാറ്റാൻ ആവശ്യമായ അത്രയും ആളുകളിൽ മാറ്റം വന്നിട്ടില്ല. ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും മടുത്ത് പ്രത്യാശ നശിച്ച് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു കാലം വരും. അന്ന് മിനിമം 60% ജനങ്ങളെങ്കിലും ഇനിയൊരിക്കലും ഇങ്ങനെയൊരു പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കരുത് എന്ന് തീരുമാനിക്കും. അന്ന് മാത്രമേ ഇന്ത്യക്ക് രക്ഷയുണ്ടാകൂ. എന്നിരുന്നാലും 2 സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യത മഹാരാഷ്ട്രയിലാണ്. ഏതായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രം വ്യക്തമാവും.